ഗുഡ് ഈവനിങ് മതി. എനിവേ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് കഴിഞ്ഞൊരു എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളത് കൊണ്ട് ഓൾമോസ്റ്റ് നിങ്ങൾ ചിലപ്പം ചിലത് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തിട്ടുണ്ടാവും, ചിലത് തെറ്റിപ്പോയിട്ടുണ്ടാവും. തെറ്റിപ്പോയതിനെ കുറിച്ച് വെറീഡ് ആവാതിരിക്കുക എന്നുള്ളതാണ്. എനിവേ ഞാൻ ചോദ്യം കാണിക്കുന്ന സമയത്ത് ഒരു 30 സെക്കൻഡ് സമയം തരാം. 30 സെക്കൻഡിനുള്ളിൽ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ അറിയെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്യാം. 30 സെക്കൻഡ് ഇട്ട് അതിൽ കൂടുതൽ സമയം ഉണ്ടാവില്ല, ഓൺലി 30 സെക്കൻഡ്സ്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യാം, കറക്റ്റ് ആൻസർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. Moving to the first question. Yes. Match the purpose and names of welfare schemes of Kerala government. Kerala government welfare schemes inde പർപ്പസും അതിന്റെ പേരുകളും രണ്ട് ലിസ്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. 1, 2, 3, 4 ABCD. അതിനെ കണക്ട് ചെയ്യാനാണ് പറയുന്നത്. ജസ്റ്റ് യു വിൽ ഹാവ് ദ 30 സെക്കൻഡ്സ്. ജസ്റ്റ് ഷൂട്ട് യുവർ ആൻസേഴ്സ്. ഇതിൽ പല സംഭവങ്ങൾ നമ്മൾ കേട്ടതായിരിക്കും. നമ്മളെ പഞ്ചായത്തിലൊക്കെ ഓൾറെഡി ഉള്ള സ്കീമുകൾ ഉണ്ട് പലതും. ഓക്കെ, ഓപ്ഷൻ 1 ഓപ്ഷൻ എ പറയുന്നു. ഓപ്ഷൻ 1 ആണ് റൈറ്റ് ആൻസർ. നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. മെഡിക്കൽ എയ്ഡ് ടു സർവൈവേഴ്സ് ഓഫ് ജെൻഡർ വയലൻസ്. ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും രീതിയിലുള്ള ഒരു വയലൻസോ സംഭവങ്ങളോ ഒക്കെ അത്തരം എന്തെങ്കിലും ഒരു ഹറാസ്മെന്റോ കാര്യങ്ങളോ അനുഭവിക്കേണ്ടി വരുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ അതിന്റെ അത്തരം കണ്ടീഷനുകൾ മെഡിക്കൽ എയ്ഡ് ആവശ്യമായി വരുമ്പം അവർക്ക് മെഡിക്കൽ എയ്ഡ് കൊടുക്കുന്ന കേരള ഗവൺമെന്റിന്റെ സ്കീമിന്റെ പേരാണ് ഭൂമിക എന്നുള്ളത്. ഓക്കെ, ഭൂമിക എന്നാണ് ആ സ്കീമിന്റെ പേര്. അതില് കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട് അവര്, അതേപോലെ ഹെൽത്ത് കെയർ കൊടുക്കുന്നുണ്ട്. അത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആണ് അതിനെ മാനേജ് ചെയ്യുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ, അതിന്റെ ഹെൽത്ത് കെയർ ആസ്പെക്ട്, കൗൺസിലിംഗ് ആസ്പെക്ട് സാധനങ്ങളൊക്കെ. പിന്നെ ഉള്ളത് ജോബ് സ്കിൽസ് ട്രെയിനിങ് ഫോർ സോഷ്യൽ ഡേവിയൻസ് ആണ്. അതിന് മിത്രം എന്നാണ് പറയാ. അതായത് എന്താ സോഷ്യലി ഡേവിയൻസ് എന്ന് അറിയോ നിങ്ങൾക്ക്? സോഷ്യലി ഡേവിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അതായത് എന്തെങ്കിലും തരത്തില് മാറ്റി നിർത്തപ്പെടുക ഇൻ ദ സെൻസ് എന്തെങ്കിലും ഒരു ബിഹേവിയറൽ ആസ്പെക്റ്റിലോ, അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന വിശ്വാസത്തിന്റെ ആസ്പെക്റ്റിലോ, അല്ലെങ്കിൽ അവർ ജീവിക്കുന്ന കൾച്ചറൽ കണ്ടീഷന്റെ ആസ്പെക്റ്റിലോ ഒക്കെ എന്തെങ്കിലും തരത്തിൽ മാറ്റി നിർത്തപ്പെടുന്ന കൂട്ടം ആളുകളെയാണ് നമ്മൾ സോഷ്യലി ഡേവിയന്റ് ആയിട്ടുള്ള ആളുകൾ എന്ന് പറയാം. അത്തരം ആളുകൾക്ക് ജോബ് കൊടുക്കുന്ന, അല്ലെങ്കിൽ ജോബ് ബേസ്ഡ്, എനിവേ അത്തരം ആളുകൾക്ക് ജോബ് സ്കിൽസ് കൊടുക്കുന്ന, അല്ലെങ്കിൽ അത്തരം ജോബിന് വേണ്ട ഈ സോഫ്റ്റ് സ്കില്ല് പോലുള്ള സാധനങ്ങള്, കമ്പ്യൂട്ടർ സ്കിൽ പോലുള്ള സംഭവങ്ങള്, ഇതിനൊക്കെ ട്രെയിനിങ് കൊടുക്കുന്ന നമ്മുടെ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ സ്കീമിന് പറയുന്ന പേരാണ് മിത്രം എന്നുള്ളത്. മിത്രം എന്നാണ് ആ സ്കീമിന്റെ പേര്. നടത്തുന്നത് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ആണ്, സാമൂഹ്യ നീതി വകുപ്പാണ് ആ ഒരു സംഭവം കൊടുത്തോണ്ടിരിക്കുന്നത്. അടുത്തത് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ഓർഫൻ ആൻഡ് വൾണറബിൾ ചിൽഡ്രൻ. അതായത് അനാഥരായിട്ടുള്ള ആളുകളും കുട്ടികൾക്കും, അതേപോലെ തന്നെ ഭയങ്കര വൾണറബിൾ ആയിട്ടുള്ള പാവം മോശം കണ്ടീഷനിൽ ജീവിക്കുന്ന കുട്ടികളുണ്ടാവും. അവർക്കുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്ന കേരള ഗവൺമെന്റിന്റെ സ്കീമിന്റെ പേരെന്താണെന്നാണ് ചോദിക്കുന്നത്. അതിന്റെ പേര് സ്നേഹപൂർവം എന്നാണ് ആ സ്കീമിന്റെ പേര്. അത് നമ്മുടെ സോഷ്യൽ സെക്യൂരിറ്റി മിഷനാണ്, സാമൂഹിക നീതി വകുപ്പിന്റെ തന്നെ സോഷ്യൽ സെക്യൂരിറ്റി മിഷനാണ് ആ ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എന്നുള്ള. അത് ആ കുട്ടികളുടെ ഫാമിലി അടക്കം, ആ കുട്ടിക്ക് മാത്രമല്ല കുട്ടിയുള്ള ഫാമിലി അടക്കം, അവർക്ക് ആ ഫാമിലിക്കുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ് സ്നേഹപൂർവ്വത്തിലൂടെ കൊടുത്തോണ്ടിരിക്കുന്നത്. ഇനി അടുത്ത ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ ബാക്കിയുള്ളൂ, സ്നേഹസ്പർശം. പ്രൊട്ടക്ട് ആൻഡ് ഹെൽപ്പ് അൺവെഡ് മദേഴ്സ്. അതായത് അവിവാഹിതരായ അമ്മമാർക്കുള്ള സുരക്ഷ, അവർക്കുള്ള സഹായം, ഇതും നമ്മുടെ സാമൂഹ്യ നീതി വകുപ്പ് തന്നെയാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. അത് നിലവിൽ ഇപ്പം 1000 രൂപ, മാസത്തിൽ 1000 രൂപ പോലെയാണ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് സാമൂഹ്യ നീതി വകുപ്പ് കൊടുത്തോണ്ടിരിക്കുന്നത്. അൺമാരീഡ്. യെസ്, സ്നേഹസ്പർശം. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യട്ടെ. യെസ്, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Try to answer, then I will explain. ഇതിന്റെ ആൻസർ ഓപ്ഷൻ 1 ആണ്. അത് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തതിന്റെ. ഓപ്ഷൻ ബി പറയുന്നു. The right answer is option 3. ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആൻസർ. 1915 ഓഗസ്റ്റ് 25-നാണ് മന്നത്ത് പത്മനാഭൻ അദ്ദേഹത്തിന്റെ എന്താ പറയാ
നിയമ അഡ്വക്കേറ്റ് ആയിരുന്ന ആള്, ലോ പ്രാക്ടീസ് നടത്തിക്കൊണ്ടിരുന്ന ആളായിരുന്നു അദ്ദേഹം. അതെല്ലാം മാറ്റിവെച്ച് ഫുൾ ടൈം നായർ സർവീസ് NSSന്റെ ഫുൾ ടൈം സെക്രട്ടറി ആയിട്ട് ചാർജ് എടുക്കുന്നത് ഓഗസ്റ്റ് 25, 1915 മറന്നു പോരുത്, അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോരുത്. ഓപ്ഷൻ ബി പറഞ്ഞ ആളുകൾ ഉണ്ടായിരുന്നു. 1915 വർഷം മാറിയിട്ടില്ല ഞങ്ങൾ പറഞ്ഞത്, പക്ഷെ ഡേറ്റ് മാറിപ്പോയി. ഓക്കെ, 1915 ഓഗസ്റ്റ് 25 ഡേറ്റ്. ഇനി ഈ ഒരു ഓർഗനൈസേഷൻ എന്നാണ് ഫൗണ്ട് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ, നായർ സർവീസ് സൊസൈറ്റി വന്നത് എന്നാണെന്ന് ചോദിക്കുമ്പോൾ അത് ഓപ്ഷൻ 1-ലുള്ളതാണ് വരിക. 1914 ഒക്ടോബർ 31 ഓർഗനൈസേഷൻ ഫൗണ്ട് ചെയ്യുന്നത്. പിന്നീട് അന്ന് അത് തുടങ്ങിയ സമയത്ത് അതിന്റെ പേര് നായർ സർവീസ് സൊസൈറ്റി എന്നായിരുന്നില്ല. നായർ സർവീസ് സൊസൈറ്റി എന്നുള്ള പേര് സ്വീകരിക്കുന്നത് രണ്ടാമത്തെ ഓപ്ഷനിലുള്ള ഡേറ്റിലാണ്, 1915 ജൂലൈ 11. മാറിപ്പോരുത്. 1914 ഒക്ടോബർ 31 നായർ സർവീസ് സൊസൈറ്റി നിലവിൽ വരുന്നത്. പക്ഷെ നായർ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്ന പേര് സ്വീകരിക്കുന്നത് 1915 ജൂലൈ 11. തന്റെ എല്ലാ പ്രൊഫഷനും മാറ്റിവെച്ച് നായർ സർവീസ് സൊസൈറ്റിയുടെ ഫുൾ ടൈം സെക്രട്ടറി ആയിട്ട് മന്നത്ത് പത്മനാഭൻ ചാർജ് എടുക്കുന്നത് 1915 ഓഗസ്റ്റ് 25. Then moving to the next. Who among the following women leaders of the Velur Manimalarkavu breast cloth agitation died in June 2023? Section D, option 4. നോ ഡൗട്ട് ദേവകി നമ്പീശനാണ് 2023 ജൂണിൽ മരിക്കുന്ന വേലൂർ മണിമലർക്കാവ് മാറുമറയ്ക്കൽ സമരത്തിൽ പങ്കെടുത്ത ആളുകളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. 2023 ജൂണിൽ മരിക്കുന്ന ലീഡേഴ്സിൽ ഒരാൾ ദേവകി നമ്പീശനാണ്. അവര് 1956 വേലൂർ മണിമലർക്കാവ് മാറുമറയ്ക്കൽ സമരം നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് അതിന്റെ ലീഡർഷിപ്പിൽ ഉണ്ടായിരുന്ന ആളായിരുന്നു ദേവകി നമ്പീശൻ. അവർ മരിക്കുന്നത് 2023 ജൂണിലാണ്. Then moving to the next. ജൂൺ 12 കറക്റ്റ് ഡേറ്റ്. ജൂൺ 12, 2023. അപ്പർ ക്ലോത്ത് തന്നെ സെയിം. മൂവിങ് ടു ദ നെക്സ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ആർട്ടിക്കിൾ 263, 267, 248 ഒക്കെ പറയുന്നുണ്ട്. ഓപ്ഷൻ ഡി പറയുന്നു. ഓർത്ത് വെക്കാൻ പറ്റുന്നില്ല, ആർട്ടിക്കിൾസ് ഓർത്ത് വെക്കാൻ ഉള്ള ബുദ്ധിമുട്ട്. നമ്മൾ എത്രത്തോളം മാക്സിമം അതിനകത്തേക്ക് കൂടുതൽ അതുമായിട്ട് റിവൈസ് ചെയ്ത് പോരുന്നു, അതിനനുസരിച്ചാണ് അതിൻ്റെ ഒരു ഓർത്ത് വെക്കൽ കിടക്കുന്നത്. എനിവേ നോക്കാം നമുക്ക്. ഓപ്ഷൻ 4 ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി, യെസ്, ദിസ് ഇസ് ദ റൈറ്റ് ആൻസർ. നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ആർട്ടിക്കിൾ 263 സംസാരിക്കുന്നത് ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിനെ കുറിച്ചാണ്. അതായത് നമ്മള് ഒരു മിനിറ്റ് ഒന്ന് മ്യൂട്ട് ചെയ്യുന്നുണ്ട്, ചാർജറാണ്. ഫുൾ ആർട്ടിക്കിൾ ഒരു മിനിറ്റ് പറയാം. ഓക്കെ, ഫുൾ ആർട്ടിക്കിൾ കാണാതെ പഠിക്കണ വെച്ചാൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഇഷ്ടംപോലെ ആർട്ടിക്കിളുകൾ ഉണ്ട്. അത് മുഴുവൻ കാണാതെ പഠിക്കുക എന്നുള്ളത് ഹ്യൂമൻലി പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനൊക്കെ PSCക്ക് പഠിക്കുന്ന സമയത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുമായിട്ട് ക്ലിയർലി കണക്ട് ആയിരിക്കുന്ന ചില ആർട്ടിക്കിൾ, ഇപ്പം എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ, നമ്മൾ നിത്യജീവിതത്തിൽ ടച്ച് ആയിക്കൊണ്ടിരിക്കുന്ന ആർട്ടിക്കിൾ ഉണ്ടാവല്ലോ, അതൊക്കെ അങ്ങനെ തന്നെ ബൈ ഹാർട്ട് പഠിക്കും. അല്ലാത്ത സാധനങ്ങൾ എന്ത് വെച്ചാൽ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തിട്ട് ആ ക്വസ്റ്റ്യൻസിന്റെ അകത്ത് റിപ്പീറ്റ് അടിച്ച് ചോദിച്ച കുറച്ച് വെയിറ്റേജ് ഉള്ള ചില ആർട്ടിക്കിളുകൾ ഉണ്ടാവും. ആ ആർട്ടിക്കിളുകളൊക്കെ കഴിയുന്നതും ഈ പറഞ്ഞ പോലെ കണക്ട് ചെയ്ത് പഠിച്ചിട്ട് എവിടെയെങ്കിലും സ്റ്റിക്കി പോലെ എഴുതി വെച്ചിട്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ റിവൈസ് ചെയ്യുന്ന രീതിയാണ് ഞാൻ ഫോളോ ചെയ്യാറുള്ളത്. അതെല്ലാവർക്കും എത്രത്തോളം ഈസി ആയിട്ട് ഫീൽ ചെയ്യുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അങ്ങനെയാണ് പഠിക്കാറുള്ളത്. ഫുൾ ആർട്ടിക്കിളും പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പം ഭരണഘടന മാത്രം പഠിക്കാനുള്ള സമയം ഉണ്ടാവുള്ളൂ. യെസ്, നോക്കാം നമുക്ക് ഓരോന്നും. ആർട്ടിക്കിൾ 263 ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നത്. ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റുകൾ തമ്മിലുള്ള ഡിസ്പ്യൂട്ടുകളൊക്കെ വരുന്ന സമയത്ത്, തർക്കങ്ങളൊക്കെ വരുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ
ഇപ്പൊ നമ്മളെ മുല്ലപ്പെരിയാർ ഡാമിന്റെ പ്രശ്നമൊക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ പറയാണ്, പ്രശ്നം ഉണ്ടാവുന്നില്ല, വലിയ പ്രശ്നങ്ങൾ അത്ര സാധനങ്ങളൊക്കെ സംസ്ഥാനങ്ങൾ തമ്മിൽ ക്ലാഷുകൾ ഉണ്ടാവുന്ന സമയത്ത് അതിൽ ഒരു കോമൺ ഇൻട്രസ്റ്റ് എടുക്കുക, അല്ലെങ്കിൽ അതിലെ കോമൺ ഇൻട്രസ്റ്റ് എന്താണെന്ന് നോക്കുക, അതിനൊരു അഡ്വൈസ് കൊടുക്കുക, അതിനൊരു തീരുമാനം എടുക്കുക, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഈ ഇന്റർ സ്റ്റേറ്റ് കൗൺസിലാണ് തീരുമാനിക്കാറുള്ളത്. അപ്പൊ ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ ആർട്ടിക്കിൾ 263 പറയുന്നത്. അടുത്തത് ആർട്ടിക്കിൾ 267 ആണ്. അതിലാണ് കണ്ടിൻജൻസി ഫണ്ടിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് പ്രസിഡന്റ് ചില സമയത്ത് ഈ നമ്മൾ ഓൾറെഡി ബഡ്ജറ്റ് ഒക്കെ അവതരിപ്പിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഓരോ ഗവൺമെന്റുകളും ഇന്ന ചെലവുകൾ ഉണ്ടാവും എന്ന് എന്ത് ചെയ്യും, ഫോർകാസ്റ്റ് ചെയ്യും. ചെലവും വരവും ഒക്കെ ഫോർകാസ്റ്റ് ചെയ്തിട്ട് ഇന്ന വരവുകൾ, ഇന്ന റവന്യൂ കിട്ടും, ഇന്ന ചെലവുകൾ ഉണ്ടാവും. അപ്പൊ ചില സമയത്ത് എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പ്രതീക്ഷിക്കാത്ത എന്താ പറയാ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ചില എക്സ്പെൻഡിച്ചേഴ്സ് വരാം. അപ്പൊ സപ്പോസ് എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളെ US ഇറാൻ വാർ നടക്കുന്നത്, LPG ഇവിടെ എത്തിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സ്വാഭാവികമായും നമ്മൾ പ്രതീക്ഷിച്ചതിലധികം ചെലവ് വരുന്ന ഒരു ഘടകമായിരിക്കാം. അപ്പൊ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അൺഫോഴ്സീൻ ആയ എക്സ്പെൻഡിച്ചർ ചിലപ്പം എന്ത് ചെയ്യും, ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്ത് അത്തരം എക്സ്പെൻസ് വരുമ്പം അത് മീറ്റ് ചെയ്യാൻ വേണ്ടി എപ്പോഴും ഒരു കണ്ടിൻജൻസി ഫണ്ട് സർക്കാരുകൾ എന്ത് ചെയ്യും, മാറ്റിവെക്കും. ആ ഫണ്ട് ഇത്തരം കണ്ടിൻജൻസി സിറ്റുവേഷനിൽ മാത്രം എടുക്കാനുള്ളതായിരിക്കും. അപ്പൊ അതിനെ കുറിച്ചുള്ള സംഭവങ്ങളൊക്കെ പറയുന്നത്, അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയുന്നത് ആർട്ടിക്കിൾ 267 ആർട്ടിക്കിൾ 248 റെസിജ്വറി പവേഴ്സ് ഓഫ് ലെജിസ്ലേഷനെ കുറിച്ച് പറയുന്നത്. അതായത് ചില എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ചില അധികാരങ്ങൾ, ചില പവർ ചില സമയത്ത് പാർലമെന്റിന് ഉണ്ടാവാറുണ്ട്. അത്തരം പവറിനെ കുറിച്ച്, അത് ഏതൊക്കെ സമയത്താണ്, അതേപോലെ കൺകറന്റ് ലിസ്റ്റിലും സ്റ്റേറ്റ് ലിസ്റ്റിലും ഒന്നും പെടാത്ത ഈ പറഞ്ഞ പോലെ എക്സ്ക്ലൂസീവ് ആയിട്ട് പാർലമെന്റിന് മാത്രം അധികാരമുള്ള അത്തരം തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന ചില കണ്ടീഷൻസ് വരും. അത്തരം കണ്ടീഷൻസിനെയാണ് ലെജിസ്ലേഷന്റെ റെസിജ്വറി പവേഴ്സ് എന്ന് വിളിക്കുക. ആ പവേഴ്സിനെ പറ്റി പറയുന്നത് ആർട്ടിക്കിൾ 248 പിന്നെ സ്വാഭാവികമായും ബാക്കിയുള്ളത് ആർട്ടിക്കിൾ 279A ആണ്. അത് GST കൗൺസിലിനെ കുറിച്ചാണ് പറയുന്നത്. 2016 GST കൗൺസിൽ നിലവിൽ വരുന്നത്. അതിൽ ഈ പറഞ്ഞ പോലെ യൂണിയൻ ടാക്സും സ്റ്റേറ്റ് ടാക്സ്, GSTന്റെ രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. സ്റ്റേറ്റിന് കൊടുക്കുന്ന SGST ഉണ്ട്, CGST ഉണ്ട്, സെൻട്രലിലേക്ക് പോകുന്ന CGST. രണ്ടിനെ കുറിച്ചും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ ആർട്ടിക്കിൾ 279A GST കൗൺസിലിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളിലാണ്. ഇത് GST കൗൺസിലിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ പല ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. PSCക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് വട്ടം റിപ്പീറ്റ് അടിച്ച് വന്നിട്ടുള്ള ഒരു സാധനമാണ് GST കൗൺസിലിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ എന്നുള്ളത്. അപ്പൊ അങ്ങനെ ചോദിക്കുന്ന ചില ആർട്ടിക്കിളുകൾ ഉണ്ടാവും. ആ ആർട്ടിക്കിളുകളൊക്കെ നമ്മൾ ചിലപ്പോൾ നിർബന്ധമായും ഓർത്ത് വെക്കേണ്ടി വരും എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. അല്ലാത്തത് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഓപ്ഷൻ ആയിട്ടും ആൻസർ ആയിട്ടും വരുന്ന ചില ആർട്ടിക്കിളുകൾ ഉണ്ടാവും. അങ്ങനെ ഈ റാൻഡം ആയിട്ട് നോക്കി പോണ സാധനങ്ങൾ അതിനെ എവിടെയെങ്കിലും എഴുതി വെക്കുക, ഇടയ്ക്കിടയ്ക്ക് മറച്ചു വെക്കുക, അങ്ങനെ ഓർമ്മയാക്കുക എന്നുള്ളതിലപ്പുറത്തേക്ക് ആർട്ടിക്കിൾ പഠിക്കുക എന്നുള്ളതിന് വേറൊരു ഈസി വേ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തെങ്കിലും കോഡൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ പഠിക്കേണ്ടി വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യട്ടെ. MGNREGSന്റെ 2006 കുറച്ച് സ്കീം, ഓൾറെഡി ഇവിടെ ഉള്ള ചില സ്കീമുകൾ ഇതിനകത്തേക്ക് മേർജപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ് ആ സ്കീം എന്നാണ് ചോദ്യം. രണ്ട് പ്രോഗ്രാംസ് മെർജപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ രണ്ട് പ്രോഗ്രാംസ് ഏതൊക്കെ? ഓപ്ഷൻ 3 പറയുന്നു. എനിവേ നോക്കാം നമുക്ക്. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആൻസർ. പറഞ്ഞാൽ സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജനയും നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാമുമാണ് 2006 നമ്മുടെ മഹാത്മാഗാന്ധി റൂറൽ സ്കീമിന്റെ അകത്തേക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനിപ്പോ പേര് മാറ്റി. ഇന്നുകൂടെ പത്രത്തിൽ ഉണ്ടായിരുന്നു പുതിയ പേര്, നമ്മളെ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിന്റെ പേര് മാറ്റിയിട്ട് പുതിയ പേര് വന്നതൊക്കെ ഒന്ന് നോക്കി വെച്ചിട്ട് പോകണം. എനിവേ ഈ സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന അല്ലെങ്കിൽ SGRY എന്നായിരിക്കും നമ്മൾ ആൻസർ. ഓപ്ഷൻ 2 ആണ്. ഞാൻ റൗണ്ട് ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആൻസർ. സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജനയും നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാമും ആണ് 2006 MGNREGSലേക്ക് മെർജ് ചെയ്തിട്ടുള്ള രണ്ട് സെപ്പറേറ്റ് സ്കീമുകൾ എന്ന് പറയുന്നത്. അത് 2006 ഫെബ്രുവരി 2 ഈ രണ്ടെണ്ണവും എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി അകത്തേക്ക് എന്ത് ചെയ്യുന്നത്, സ്കീമിനകത്തേക്ക് ആഡ് ചെയ്യും. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പല്ലേ, അപ്പോ ഒന്നും ഉൾപ്പെടില്ലേ. നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം എന്നുള്ളത്
അതിന്റെ എക്സ്പാൻഷൻ ആണ്. ആ ഗ്രാമീണ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടല്ലോ, അതിന്റെ തന്നെ പേരാണത്, നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം എന്നുള്ളത്. ഓക്കെ, അപ്പം ഓൾറെഡി മെർജപ്പിന്റെ ഒരു പ്രശ്നം അവിടെ വരുന്നില്ല. മറ്റേത് രണ്ടെണ്ണാണ് വേറെ സെപ്പറേറ്റ് ആയിട്ട് സ്കീമായിട്ട് നിലനിന്നിട്ടുണ്ടായിരുന്നത്. ആ സ്കീമിനെയാണ് 2006 ഇതിലേക്ക് മെർജപ്പ് ചെയ്തത്. സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജനയും നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാമും. ആദ്യത്തിന് SGRY എന്നായിരിക്കും നമ്മൾ കണ്ട ലോഗോയിലൊക്കെ ഉണ്ടാവുക. മറ്റേതിന് NFFWT എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. 2006 ഫെബ്രുവരി 2 അത് ഇതിലേക്ക് മെർജ് ചെയ്യുന്നത്. ശരിക്കും ഇത് സെപ്പറേറ്റ് വന്നത്, ഈ SGRY സെപ്പറേറ്റ് വന്നത് 2001 ഓക്കെ, 2001 നമ്മുടെ സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന വരുന്നത്. 2004 നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാമും വരുന്നത്. അതിനൊക്കെ ശേഷം 2006 ഇതിലേക്ക് മെർജപ്പ് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. Can we move? ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആൻസർ, മാറിപ്പോവരുത്. ഇതില് ആദ്യത്തേതും വരൂലേ എന്ന് ആലോചിക്കുമ്പോൾ, ആദ്യത്തെ വരില്ല ആലോചിക്കുമ്പോൾ ഓപ്ഷൻ 3 നമ്മൾ പറയും. പക്ഷെ ആദ്യത്തേത് ശരിക്കും മറ്റേതിന്റെ തന്നെ ഒരു എക്സ്പാൻഷന്റെ കഷ്ണമാണ്. അതിന്റെ പേരിന്റെ അകത്ത് മുറിച്ചെടുത്തൊരു കഷ്ണമാണത്. അതുകൊണ്ട് അങ്ങനെ ഓർത്ത് വെച്ചിട്ട് ആൻസർ പറയാൻ പറ്റണം, ആൻസർ നോക്കാൻ പറ്റണം. മൂവിങ് ടു ദ നെക്സ്റ്റ്, IPC സെക്ഷൻ. IPC section 124A repeated in the Bharatiya Nyaya Sanhita pertains to which subject? ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒന്നെന്നുള്ളത് ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ ഓപ്ഷൻ 4 ഒക്കെ പറയുന്നുണ്ട്. ഓപ്ഷൻ 4 ആയിരുന്നു റൈറ്റ് ആൻസർ. IPC സെക്ഷൻ 124, അതായത് IPC ഇന്ത്യൻ പീനൽ കോഡിന്റെ പേര് മാറ്റിയിട്ട് ഭാരതീയ ന്യായ സംഹിത ആക്കുകയും ചെറിയ ചെറിയ അപ്ഡേഷൻസ് വരുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. 2023 BNS വരുന്നത് 2023 ഇപ്പൊ IPC എന്നല്ല നമ്മൾ പറയാ, BNS എന്നാണ് പറയാം. അതിൽ IPCയുടെ 124A എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. 124A എന്ന് പറയുന്ന സെക്ഷൻ രാജ്യദ്രോഹ കുറ്റമാണ്. സെഡിഷൻ എന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹ കുറ്റത്തിനെയാണ് സെഡിഷൻ എന്ന് പറയാ. ഈ രാജ്യദ്രോഹ കുറ്റം അങ്ങനെ തന്നെ, ഐ മീൻ ആ 124A അങ്ങനെ തന്നെ റിപ്പീറ്റ് BNSലേക്ക് അങ്ങനെ തന്നെ റിപ്പീറ്റ് എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അതിന് ഈ IPCയിൽ ഉണ്ടായിരുന്ന 124 സെക്ഷൻ BNSൽ അങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. ആ റിപ്പീറ്റ് ചെയ്യുന്ന സെക്ഷൻ ഏതാണ്, അങ്ങനെ തന്നെ കോപ്പി പേസ്റ്റ് പോയ സെക്ഷൻ ഏതാണ് എന്ന് താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിലെ സെക്ഷൻ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. സെഡിഷൻ ആണ്. സെഡിഷൻ മീൻസ് രാജ്യദ്രോഹം എന്നുള്ളതാണ് അതിന്റെ മീനിങ് കേട്ടോ. മറ്റ് ഓപ്ഷൻസ് കോസിംഗ് ഡെത്ത് ബൈ നെഗ്ലിജൻസ്, അതായത് നമ്മള് എന്താ പറയാ, മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാണ് ആദ്യത്തെ ഓപ്ഷൻ. അഡൾട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിഹിത ബന്ധമാണ്. അറ്റംപ്റ്റഡ് സൂയിസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മഹത്യാ ശ്രമമാണ്. ഇത് 4 ശരിക്കും എന്താണ്, ഇത് 4 ക്രിമിനൽ കുറ്റമാണ്. ഓക്കെ, മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ക്രിമിനൽ കുറ്റമാണ്, അവിഹിതം ക്രിമിനൽ കുറ്റമാണ്, ആത്മഹത്യാ പ്രേരണയും ക്രിമിനൽ കുറ്റമാണ്. ഇതൊക്കെ പണ്ടും IPCയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ BNSലേക്ക് വന്ന സമയത്ത് അതിന്റെ സെക്ഷന്റെ നമ്പർ ഒക്കെ മാറിയിട്ട് അതിന്റെ എന്താ പറയാ, വാട്ട് വി ക്യാൻ സേ, അതിന് കൊടുക്കുന്ന അതിന്റെ ക്ലോസുകൾ സാധനങ്ങളൊക്കെ മാറിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് BNSലേക്ക് വന്നത്. പക്ഷെ രാജ്യദ്രോഹം മാത്രം അങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് ഇപ്പുറത്തേക്ക് വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു മാറ്റവും ഇല്ലാതെ അങ്ങനെ തന്നെ കോപ്പി പേസ്റ്റ് പോലെ വന്നത്. മറ്റേത് 3 ക്ലോസുകൾ മാറി അതിന്റെ BNSലേക്ക് വന്നപ്പോൾ IPCയിൽ പറഞ്ഞിട്ടുള്ളതും പറഞ്ഞിട്ടില്ലാത്തതുമായിട്ടുള്ള പല ടേമുകളും സാധനങ്ങളും എന്ത് ചെയ്തു, ബാക്കി എല്ലാത്തിനും BNSലേക്ക് ക്ലോസുകൾ മാറി വന്നു. സെഡിഷൻ അങ്ങനെ തന്നെ, രാജ്യദ്രോഹം അങ്ങനെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് എടുക്കുകയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതായത് അത് ഈ 124A IPCയിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ സെഡിഷൻ എന്നുള്ളത് നമ്മളെ ഇതുണ്ടല്ലോ, എന്താണ് പ്രിയാമ്പിളിൽ പറയുന്ന സോവറിനിറ്റി, യൂണിറ്റി, ഇന്റഗ്രിറ്റി എന്നൊക്കെ പറയുന്ന അതിനെ ബാധിക്കുന്ന എന്തും സെഡിഷന്റെ അണ്ടറിലാണ് വരിക. അതിന് പിന്നെ വലിയ മാറ്റൊന്നും വരുത്താനില്ല ക്ലോസിന്റെ അകത്തേക്ക്. പ്രിയാമ്പിളിന് അഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന എന്തും സെഡിഷന്റെ ഭാഗമാണ്. അപ്പൊ അത് അങ്ങനെ തന്നെ അങ്ങോട്ട് എടുക്കല്ലാണ്ട് വേറൊന്നും അതിൽ ആഡ് ചെയ്യാനോ വേറൊന്നും അതിൻ്റെ അകത്ത് ഒഴിവാക്കാനോ ഇല്ല. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചിലപ്പോൾ കോണ്ടെക്സ്റ്റൽ ആയിട്ടുള്ള സാധനങ്ങളും മാറ്റങ്ങളും ഒക്കെ വരും. സെഡിഷൻ അങ്ങനെ കോണ്ടെക്സ്റ്റൽ മാറ്റങ്ങളില്ലല്ലോ. മൂവിങ്, ദ ഫണ്ടമെന്റൽ ഒബ്ജക്റ്റീവ് ഓഫ് പഞ്ചായത്തി രാജ്. നെഹ്റുവിന്റെ ഡ്രീം പ്രൊജക്റ്റ് ആയിരുന്നു പഞ്ചായത്തി രാജ്. അതിന്റെ ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യങ്ങളെ കുറിച്ച് ഓപ്ഷനിൽ പറയുന്നുണ്ട്. അത് ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം.
ഓപ്ഷൻ സി ആണ്. മൊബിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നിച്ച് കൊണ്ടുവരുന്നതിനെയാണ് മൊബിലൈസ് ചെയ്യാന്ന് പറയാ. ഒന്നിച്ച് അസംബിൾ ചെയ്യുക അല്ലെങ്കിൽ ഒന്നിച്ച് കളക്റ്റീവായിട്ട് നിൽക്കുക എന്നുള്ളതിനെയാണ് മൊബിലൈസേഷൻ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നിച്ച് കൊണ്ടുവരിക, ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരിക എന്നൊക്കെ പറയുമ്പോൾ മൊബിലൈസേഷൻ എന്ന് പറയും നമ്മൾ. അത്തരം സന്ദർഭങ്ങളാണ് ആ വാക്ക് ഉപയോഗിക്കുക. എനിവേ, പഞ്ചായത്തി രാജ് എന്ന് പറയുന്ന ആ ഒരു സ്കീം നെഹ്റു കൊണ്ടുവരുന്ന സമയത്ത് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. കൊണ്ടുവരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ രണ്ട് കാര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന്, സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾ ഭരണ സംവിധാനത്തിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ടാണ് പഞ്ചായത്തി രാജ് അഗ്രികൾച്ചറിനെ കുറിച്ച് സംസാരിക്കുന്നത്, സാധാരണക്കാരായ ആളുകളുടെ വ്യവസായത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്, തൊഴിലുറപ്പിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്, അടിസ്ഥാന വിദ്യാഭ്യാസത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലെ, പഞ്ചായത്തി രാജിലെ ഓരോ പഞ്ചായത്തി രാജിലേക്ക് വരുന്ന സമയത്തും പ്ലാനിലേക്ക് വന്ന സമയത്തും അതിൽ ഏറ്റവും താഴെക്കടയുള്ള ഇന്ത്യയിലെ സാധാരണക്കാരായ മനുഷ്യരെ കുറിച്ചായിരുന്നു സംസാരിച്ചിരുന്നത് മുഴുവനും. അപ്പം പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തുക എന്നുള്ളത് ജനാധിപത്യപരമായിട്ട് നാല് ഓപ്ഷനും ശരിയെന്ന് തോന്നും. പക്ഷെ മറ്റേ രണ്ട് ഓപ്ഷനും എന്തുകൊണ്ട് വരാത്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനാധിപത്യപരമായിട്ട് ആളുകളിലേക്ക് അധികാരം വിന്യസിക്കുക. അപ്പൊ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ജീവിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന്റെ ഭാഗമാക്കാവുന്ന സമയത്ത് നമുക്കൊക്കെ അധികാരമുണ്ട്. അപ്പം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ ഭരിക്കുന്ന പ്രധാനമന്ത്രിയോ അല്ല ഒരു രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. വോട്ടേഴ്സ് ആയ നമ്മളാണ് ശരിക്കും ഈ രാജ്യം ഭരിക്കുന്ന ആളുകൾ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ എന്ന് പറയുന്ന സമയത്ത്. അപ്പോൾ അവിടെ ഈ പറഞ്ഞ അധികാരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഭരണം, ബ്യൂറോക്രസി എന്ന് പറയുന്നത് ഡീസെൻട്രലൈസ് ചെയ്ത് ഏറ്റവും താഴേക്കിടയിലുള്ള കർഷകനിലേക്ക് പോലും എത്തിക്കുക, അവർക്കും തീരുമാനങ്ങൾ ഉണ്ടാവുക, അവരുടെ ഡിസിഷൻസും വാല്യൂ ചെയ്യപ്പെടുക, അവരും റെസ്പെക്ട് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. ഇത് രണ്ടുമായിരുന്നു പഞ്ചായത്തി രാജ് കൊണ്ടുവരുമ്പോൾ ഉണ്ടായിരുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള അതിന്റെ എക്സിക്യൂട്ടീവ് പ്ലാനിൽ ഉണ്ടായിരുന്ന രണ്ട് കാര്യങ്ങൾ. അത് പൊളിറ്റിക്കൽ അക്കൗണ്ടബിലിറ്റി, പൊളിറ്റിക്കൽ ആസ്പെക്റ്റിലേക്കൊന്നും എന്താ പറയാ പഞ്ചായത്തി രാജ് ഡയറക്റ്റ് ആയിട്ട് ഒരു കടന്നുകയറ്റമൊന്നും നടത്തിയിട്ടില്ല. എല്ലാം കൊണ്ട് അതിന് മൊത്തം റിസൾട്ട് നോക്കുമ്പോൾ അതിനൊരു പൊളിറ്റിക്കൽ അജണ്ട ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പൊളിറ്റിക്കൽ അക്കൗണ്ടബിലിറ്റി ഉണ്ട് എന്ന് പറയാമെന്നല്ലാതെ ഡയറക്റ്റ് ആയിട്ട് പഞ്ചായത്ത് രാജിൽ ഏതെങ്കിലും ഒരു പ്ലാൻ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു മിഷൻ എടുക്കുന്ന സമയത്ത് പൊളിറ്റിക്കൽ അക്കൗണ്ടബിലിറ്റി ആണ് ഇതിന്റെ ലക്ഷ്യം എന്ന് നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റില്ല. മൊത്തത്തിൽ എടുക്കുമ്പോൾ ഇൻ ടോട്ടൽ പറയുന്ന സമയത്ത് ഒരു അക്കൗണ്ടബിലിറ്റി, റെസ്പോൺസിബിലിറ്റി, പൊളിറ്റിക്കൽ റെസ്പോൺസിബിലിറ്റി അതിനുണ്ടായിരുന്നു വെച്ചാൽ ഉണ്ടായിരുന്നു. പക്ഷെ സ്പെസിഫിക് ആയിട്ട് അതിന്റെ ഒബ്ജക്റ്റീവുകളിൽ എവിടെയും നമുക്ക് ഓപ്ഷൻ 3 തേർഡ് സ്റ്റേറ്റ്മെന്റ് പറയാൻ പറ്റൂല. ഇൻ ടോട്ടലിൽ പറയുമ്പം അങ്ങനെ പറഞ്ഞു പോവാമെന്നല്ലാതെ. പിന്നെ ഫിനാൻഷ്യൽ മൊബിലൈസേഷൻ എന്ന് പറയുന്ന സാധനം അല്ല പഞ്ചായത്തി രാജിനുള്ളത്. ഫിനാൻഷ്യൽ അസിസ്റ്റൻസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, എന്തൊക്കെ രീതിയിൽ അഗ്രികൾച്ചറിലേക്ക് ഫിനാൻസ് കൊണ്ടുവരണം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റും, എങ്ങനെയൊക്കെ ഇൻഡസ്ട്രിയൽ റവല്യൂഷന് വേണ്ടി അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിന് വേണ്ടി നമുക്ക് എന്തൊക്കെ കൊണ്ടുവരാൻ പറ്റും, ഇങ്ങനത്തെ സാധനങ്ങളെ കുറിച്ചൊക്കെ പഞ്ചായത്ത് രാജിലെ പ്ലാനുകൾ ഓരോന്നും പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ഫണ്ട് മൊബിലൈസ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നില്ല. ഫണ്ട് മൊബിലൈസ് ചെയ്യേണ്ടത് എപ്പോഴും ഫിനാൻസ് കമ്മീഷന്റെ ജോലികളിലൊന്നാണ്. ഓക്കെ, അതിലേക്ക് എവിടെയും പഞ്ചായത്ത് രാജ് ഇടപെടുന്നില്ല. പഞ്ചായത്ത് രാജ് പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതാണ് എന്നുള്ളത്, അല്ലാതെ ഫണ്ട് കളക്ട് ചെയ്ത് മൊബിലൈസ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളത് ഒരിക്കലും പഞ്ചായത്ത് രാജിന്റെ ഒബ്ജക്റ്റീവുകളിൽ പെട്ട കാര്യങ്ങളേ ആയിരുന്നില്ല. ഓക്കെ, ടേം ക്ലാരിറ്റി ഓക്കെ, ഇങ്ങനെ ആലോചിച്ചാൽ മതി. അക്കൗണ്ടബിലിറ്റി ഇന്ത്യയിലുള്ള എല്ലാ സ്കീമുകൾക്കും ഉണ്ടാവണം. പൊളിറ്റിക്കൽ അക്കൗണ്ടബിലിറ്റിയിലേക്ക് ഒരിക്കലും പഞ്ചായത്ത് രാജ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റില്ല എന്ന് ആലോചിച്ചാൽ മതി. അതേപോലെ ഫിനാൻഷ്യൽ മൊബിലൈസേഷൻ എന്ന് പറയുമ്പോൾ ഫണ്ട് സമാഹരിച്ച് ഒന്നിച്ച് കളക്ട് ചെയ്ത് എന്നുള്ളൊരു അർത്ഥമാണ്. ആ രീതിയിലല്ല പഞ്ചായത്ത് രാജ് പ്രവർത്തിച്ചുകൊണ്ട്. പഞ്ചായത്ത് രാജ് ഫണ്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇത്ര ഫണ്ട് കൊടുക്കണം എന്നുള്ളതിനെ പറ്റി പ്രഖ്യാപനങ്ങളും സാധനങ്ങളും ഒക്കെ അതിനകത്ത് വന്നിട്ടുണ്ട്. നേരെ മറിച്ച് അതിലേക്ക് ഒരു കളക്ഷൻ എന്നുള്ള സാധനത്തിലേക്ക് അത് ഫിനാൻസ് കമ്മീഷന്റെ ഒക്കെ ചുമതലയിൽ പെട്ടൊരു കാര്യമാണ്. ഇപ്പൊ 3ഉം 4ഉം നമുക്ക് ധൈര്യമായിട്ട് ഒഴിവാക്കി കളയാം. നമുക്ക് പിന്നെ വരുന്നത് 1ഉം 2ഉം മാത്രമേ. 1ഉം 2ഉം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യമാണ്. ആ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് പഞ്ചായത്ത് രാജ് വന്നത് പോലും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യട്ടെ. Identify the scheme launched in 2016 for promoting entrepreneurship among എന്നാണ് കേട്ടോ, among women and SC/ST. സ്ത്രീകളുടെയും SC/ST കാറ്റഗറിയിൽപ്പെട്ട ആളുകളുടെയും വ്യാവസായിക മനോഭാവം അല്ലെങ്കിൽ അവരുടെ വ്യാവസായിക സ്കില്ല് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി 2016 ഗവൺമെന്റ് ഒരു സ്കീം പ്രഖ്യാപിച്ചിരുന്നു. ആ സ്കീമിന്റെ പേരെന്താണ് എന്നാണ് ചോദ്യം.
യെസ്, A1. നമുക്ക് ബാക്കി ഓപ്ഷനും കൂടി ഒന്ന് നോക്കാം. ബാക്കി ഓപ്ഷനുകളും ഓൾറെഡി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളായതുകൊണ്ടും മുമ്പും ക്വസ്റ്റ്യൻ പേപ്പറിൽ പലതിലും അത് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അതും കൂടെ ഒന്ന് നോക്കിയിട്ട് അതിന്റെ കൂടെ അങ്ങ് പറയാം. ഓക്കെ, എനിവേ കറക്റ്റ് ആൻസർ ഈസ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്കീമാണ്. കാരണം നമ്മൾ ഓൺടർപ്രണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് എപ്പോഴും കേൾക്കാറുള്ളതാണ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ മിഷൻ, MSME രജിസ്ട്രേഷൻ പോലെയുള്ള ഉദ്യമാധാർ രജിസ്ട്രേഷൻ പോലെയുള്ള സാധനങ്ങളൊക്കെ. എനിവേ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഓപ്ഷൻ കാണുന്ന സമയത്ത് നമുക്ക് ഡൗട്ട് ഇല്ലാതെ എന്ത് ചെയ്യാം, പിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. പിന്നെ അതിൽ സ്ത്രീകൾ, വിമൺ എന്ന് പറയുന്ന സംഭവം കേൾക്കുന്ന സമയത്താണ് സഹയോഗിനിയാണോ, പ്രധാനമന്ത്രി മുദ്രാ യോജനയാണോ, മഹിളായി ഹത്താണോ എന്നുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഡൗട്ട് അടിക്കാം. പക്ഷെ അത്തരം ഡൗട്ടുകളുടെ ആവശ്യമൊന്നും എവിടെ വരുന്നില്ല, ഇവിടെ വരുന്നില്ല. ഓൾറെഡി സ്റ്റാർട്ടപ്പ് മിഷൻ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്കീമാണ് കറക്റ്റ് ആൻസർ. സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്കീം വന്നിട്ടുള്ളത് 2016 ഏപ്രിൽ 5-നാണ്. കഴിഞ്ഞു, അതിന്റെ ആനിവേഴ്സറി ഒക്കെ കഴിഞ്ഞു. ഏപ്രിൽ 5, 2016 സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്കീം എന്ത് ചെയ്യുന്നത്, ലോഞ്ച് ചെയ്യുന്നത്. അത് സ്ത്രീകളിൽ, SC/ST കാറ്റഗറിയിൽപ്പെട്ട ആളുകളിൽ അവരിൽ വ്യാവസായിക പ്രാമുഖ്യം ഉറപ്പുവരുത്തുക എന്നുള്ളതായിരുന്നു. അതേപോലെ എക്കണോമിക് എംപവർമെന്റ് ആ കാറ്റഗറിക്കകത്ത് ഉറപ്പുവരുത്തുക, ജോബ് ക്രിയേഷൻ, തൊഴിലില്ലായ്മ പോലെയുള്ള സംഭവങ്ങൾ. അതേപോലെ 10 ലക്ഷം, ഒരു സാധനം കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക, 10 ലക്ഷം മുതൽ 1 കോടി വരെ എന്ത് ചെയ്യും, ഇത്തരം ആവശ്യങ്ങൾക്ക്, അതായത് സ്ത്രീകളോ SC/ST കാറ്റഗറിയിൽപ്പെട്ട ആളുകളോ ബിസിനസ് തുടങ്ങുകയാണ് എന്നുള്ളത് സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്നാണ് ക്വസ്റ്റ്യനിലുള്ളത്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്നാണ് ക്വസ്റ്റ്യനിലുള്ളത്. ഐഡന്റിഫൈ ദ സ്കീം ലോഞ്ച്. 10 ലക്ഷം മുതൽ 1 കോടി വരെ എന്ത് ചെയ്യും, അവർക്ക് ലോണ് ബാങ്ക് വഴി സാങ്ഷൻ ആക്കാനുള്ള എന്ത് കിട്ടും, ഒരു ഈസിനെസ് കൊടുക്കും എന്നുള്ളതല്ല, ഒരു ഈസിനെസ്. അവർക്ക് ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ളവർക്ക് ലോൺ കിട്ടുന്ന പോലെ ചൊറയും സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്കീം പ്രകാരം ഇവർക്ക് ലോൺ കൊടുത്തോളം എന്നുള്ളതാണ്. അത് 10 ലക്ഷം മുതൽ 1 കോടി വരെ കിട്ടുമെന്നുള്ളതാണ്. അതും കുറഞ്ഞ പലിശയ്ക്കാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. അതും ഇവരുടെ വ്യാവസായിക പ്രാമുഖ്യം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി ബാക്കി ഓപ്ഷനിലുള്ള സഹയോഗിനി സ്കീമും പ്രധാനമന്ത്രി മുദ്രാ യോജനയും മഹിളാ ഈഹത്വം നമുക്ക് പറയാം. ഇതിൽ സഹയോഗിനി സ്കീം എന്ന് പറയുന്നത് നമ്മളെ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ്, നമ്മുടെ സാമൂഹ്യ നീതി വകുപ്പിന്റെ, സെൻട്രൽ നമ്മളെ സ്റ്റേറ്റിന്റെ സാമൂഹ്യ നീതി വകുപ്പല്ല, കേന്ദ്ര സാമൂഹിക നീതി വകുപ്പ് നമ്മുടെ ഡിസാബിൾഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, PWD ആയിട്ടുള്ള ആളുകൾ, എന്താ പറയാ, മൂവ്മെന്റ് പറ്റാത്ത ഡിസാബിലിറ്റി ഉള്ള ഭിന്നശേഷിക്കാരായ ആളുകൾ, അവർക്കും അവരുടെ കുടുംബത്തിനും സഹായം കൊടുക്കുന്നതാണ് സഹയോഗി സ്കീം. സഹയോഗിനി എന്നല്ല, സഹയോഗി സ്കീം എന്നാണ് ആ സ്കീമിന്റെ പേര്. സഹയോഗിനി എന്നുള്ളത് നമുക്ക് ഇവിടെ ഓപ്ഷൻ കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടിയിട്ടതാണ്. ശരിക്കും ആ സ്കീമിന്റെ പേര് സഹയോഗി എന്നാണ്. ഇറ്റ്സ് നോട്ട് സഹയോഗിനി എന്നല്ല, സഹയോഗി. ഈ പറഞ്ഞ പോലെ PWD ആയിട്ടുള്ള ആളുകൾക്ക് അവർക്ക് സഹായം കൊടുക്കാനും അവർക്ക് ഇന്റേൺഷിപ്പിന് സൗകര്യം കൊടുക്കുക പോലുള്ള സാധനങ്ങളൊക്കെയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് 18 മുതൽ 35 വയസ്സ് വരെയുള്ള PWD ആയിട്ടുള്ള ആളുകൾക്കാണ്, അവരുടെ പാരന്റ്സിന്, അവരുടെ ഗാർഡിയൻസിനൊക്കെയാണ് ഇതിന്റെ സപ്പോർട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഉള്ളത് പ്രധാനമന്ത്രി മുദ്രാ യോജനയാണ്. പ്രധാനമന്ത്രി മുദ്രാ യോജന, യോഗിനി കണ്ടപ്പോ ഇതിന് ഉത്തരം അങ്ങനെ വിചാരിക്കും നമ്മൾ, അത് അങ്ങനെ കരുതാൻ വേണ്ടി ഓപ്ഷൻ അറേഞ്ച് ചെയ്താണ്. ശരിക്കും സഹയോഗി എന്നാണ്, സഹയോഗിനി സ്കീം എന്നൊരു സ്കീമില്ല, ഇറ്റ്സ് ആക്ച്വലി സഹയോഗി എന്നുള്ളതാണ്. പിന്നെയുള്ളത് പ്രധാനമന്ത്രി മുദ്രാ യോജനയാണ്, PMMY എന്ന് പറയും. അതായത് നമ്മൾ പൊതുവെ ലോണൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ജാമ്യം വെക്കണം, കൊളാട്ടർ വെക്കണം. സ്റ്റാൻഡപ്പ് അല്ല, സ്റ്റാർട്ടപ്പ് ആണ് കേട്ടോ. സ്റ്റാർട്ടപ്പ് ഇന്ത്യ, സ്റ്റാൻഡപ്പ് ഇന്ത്യ എന്നുള്ളത് സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ എന്താ പറയാ അവരുടെ ഒരു ഇതുണ്ടാവുമല്ലോ, സ്ലോഗൻ. എപ്പോഴും ഒരു ടൈറ്റിൽ ലൈൻ ഉണ്ടാവുമല്ലോ, സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ ടൈറ്റിൽ ലൈൻ ആണ് സ്റ്റാൻഡപ്പ് ഇന്ത്യ. പ്രധാനമന്ത്രി മുദ്രാ യോജന ശരിക്ക് ഈ നമ്മളിപ്പോഴും ലോണൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ജാമ്യം വെക്കണം. ഒന്നുകിൽ നമ്മൾ എന്തെങ്കിലും അസറ്റോ പ്രോപ്പർട്ടിയോ വീടോ പറമ്പോ ഒക്കെ ജാമ്യം വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ പൊതുവെ ലോൺ എടുക്കാറുള്ളത്. ഈ പ്രധാനമന്ത്രി മുദ്രാ യോജന സ്കീം എന്ന് പറയുന്നത് 20 ലക്ഷം വരെ അങ്ങനെ ഒരു ജാമ്യം ഇല്ലാതെ, അതായത് കൊളാട്രൽ ഫ്രീ ആയിട്ടുള്ള ലോൺ കൊടുക്കുക എന്ന് പറയും.
അത് ഈ പറഞ്ഞ പോലെ ചെറുകിട സ്ഥാപനങ്ങൾ ഉണ്ടാവുമല്ലോ, ഈ നമ്മള് മൈക്രോ എന്റർപ്രണർഷിപ്പ് എന്ന് പറയുന്ന ചെറുകിട വ്യവസായങ്ങൾക്ക് ജാമ്യമില്ലാതെ ലോൺ കൊടുക്കുന്ന 20 ലക്ഷം വരെ ലോൺ കൊടുക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി മുദ്രാ യോജന. അത് 2015 എന്ത് ചെയ്തിട്ടുള്ളത്, ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ചെറുകിട വ്യവസായങ്ങൾക്ക് മാത്രമാണ്. അതിൽ ഈ പറഞ്ഞ പോലെ നാഷണലൈസ്ഡ് ബാങ്കുകളൊക്കെയാണ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇത്തരം ലോണുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന് പ്രധാനമന്ത്രി മുദ്രാ യോജനയിൽ അവർ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതാണ് അതിന്റെ കണ്ടീഷൻ എന്നുള്ളത്. പിന്നുള്ളത് മഹിളാ യത്താണ്. മഹിളാ യത്ത് എന്നുള്ളത് നമ്മളെ സ്ത്രീകൾക്ക് വേണ്ടി ഒരു മിനിസ്ട്രി ഉണ്ടല്ലോ, മിനിസ്ട്രി ഓഫ് വിമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞൊരു മിനിസ്ട്രി ഉണ്ട്, സെൻട്രൽ മിനിസ്ട്രി ഉണ്ട്. ആ സെൻട്രൽ മിനിസ്ട്രി ഡയറക്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഓൺലൈൻ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം ആണ് മഹിള ഇ ഹത്ത് എന്ന് പറയുന്നത്. അതായത് സ്ത്രീകൾക്കും സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവർക്ക് ഈ മാർക്കറ്റിംഗിനുള്ള ഗവൺമെന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം, അവരുടെ ഹാൻഡിക്രാഫ്റ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ വിൽക്കാൻ, ടെക്സ്റ്റൈൽ സാധനങ്ങൾ വിൽക്കാൻ, ഫുഡ് ഐറ്റംസ് മാർക്കറ്റ് ചെയ്യാൻ. അപ്പൊ ഇടയിൽ ഒരു ഇടനിലക്കാരന്റെ ആവശ്യമോ ഒരു ചൂഷണം ചെയ്യപ്പെടുക അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. ഗവൺമെന്റിന്റെ പ്ലാറ്റ്ഫോം ആണ്. അവരെ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ മറ്റൊരു ഇനീഷ്യേറ്റീവ് ആയിട്ടാണ് എന്തിനെ കാണാറുള്ളത്, മഹിളാ യുഹത്തിനെ കാണാറുള്ളത്. ആൻസർ കീകൾ വന്നിട്ടുള്ളത് സ്റ്റാൻഡപ്പ് ഇന്ത്യ എന്നാണ്. ഈ സ്റ്റാൻഡപ്പ് ഇന്ത്യയും സ്റ്റാർട്ടപ്പ് ഇന്ത്യയും രണ്ടും ഒന്ന് തന്നെയാണോ? സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ സ്ലോഗൻ ആണ് സ്റ്റാൻഡപ്പ് ഇന്ത്യ എന്നുള്ളത്. ഐ മീൻ എപ്പോഴും എല്ലാത്തിനും ഒരു മോട്ടോ ഉണ്ടാവുമല്ലോ, ബോത്ത് ആർ ഈക്വൽ. ഒരേ സാധനത്തിന്റെ ചോദ്യം സ്കീമിനെ പറ്റിയിട്ടാണല്ലോ, അപ്പൊ അത് ശരിയല്ലല്ലോ. ഈ സ്റ്റാർട്ടപ്പ് ഇന്ത്യയും സ്റ്റാൻഡപ്പ് ഇന്ത്യയും ബോത്ത് ആർ സെയിം, രണ്ടും സെയിം ആണ്. നിങ്ങൾ സ്റ്റാർട്ടപ്പ് ഇന്ത്യന്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ സ്റ്റാർട്ടപ്പ് ഇന്ത്യന്റെ സ്ലോഗൻ സ്റ്റാൻഡപ്പ് ഇന്ത്യ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്റ്റാൻഡപ്പ് ഇന്ത്യ, സ്റ്റാൻഡ് അപ്പ് ഇന്ത്യ എന്നുള്ള സ്ലോഗൻ. ഇതിന് സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്കീം എന്നും പറയാറുണ്ട്, സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീം എന്നും പറയാറുണ്ട്. രണ്ടും സെയിം ആണ് കേട്ടോ, രണ്ടും കണക്റ്റഡ് ആണ്. അതിന്റെ കൂടെ മഹിളാ ഹത്തും കൂടി ഒന്ന് കൂട്ടി വായിക്കുക. മഹിളാ ഹത്ത് അതിന്റെ വേറൊരു കഷ്ണമാണ്, സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള മാർക്കറ്റിംഗ് ഓൺലൈൻ പ്ലാറ്റ്ഫോം. സഹയോഗി സ്കീമിനും പ്രധാനമന്ത്രി മുദ്രാ യോജനയ്ക്കും ഇതുമായിട്ട് ഒരു കണക്ഷനുമില്ല, രണ്ടും സെപ്പറേറ്റ് ആയിട്ടുള്ള സ്കീമുകളാണെന്നും കൂടി ഒന്ന് പുറത്തു വെക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യട്ടെ. എന്താ മുദ്രാ യോജന എന്ന് പറയോ? പറയാലോ. പ്രധാനമന്ത്രി മുദ്രാ യോജന ജാമ്യമില്ലാതെ, അതായത് നമ്മൾ പൊതുവെ ലോൺ എടുക്കുന്ന സമയത്ത് ഒന്നുകിൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ വീടൊക്കെ ജാമ്യം വെച്ചിട്ടാണ് ലോൺ എടുക്കുക. പക്ഷെ ഇവിടെ ഇത് പ്രധാനമന്ത്രി മുദ്രാ യോജനയിൽ രജിസ്റ്റർ ചെയ്യുന്ന ചെറുകിട വ്യവസായങ്ങൾക്ക് 20 ലക്ഷം വരെ ഇങ്ങനെ ജാമ്യമില്ലാതെ ലോൺ കൊടുക്കും നാഷണലൈസ്ഡ് ബാങ്കുകൾ. നാഷണലൈസ്ഡ് ബാങ്കുകളല്ല, ഗവൺമെന്റ് ബാങ്കുകൾ. നാഷണലൈസ്ഡ് ബാങ്ക് എന്ന് പറയുമ്പോൾ അതിൽ പ്രൈവറ്റ് ബാങ്കുകളും പെട്ടു. അല്ല, ഗവൺമെന്റ് ബാങ്കുകൾ 20 ലക്ഷം വരെ ഈ കൊളാട്രൽ ഫ്രീ ആയിട്ടുള്ള ലോണുകൾ കൊടുക്കും. അടുത്ത ക്വസ്റ്റ്യൻ മുല്ലപ്പെരിയാറിനെ കുറിച്ചാണ്. നോക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ഇതില് കറക്റ്റ് ആയിട്ടുള്ള ഒരേ ഒരു സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ബാക്കി 3 സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് കറക്റ്റ്. സോ ഓപ്ഷൻ 4 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരാം. മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് പറഞ്ഞ 4 സ്റ്റേറ്റ്മെന്റിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ശരി. ദ മാസൻട്രി ഗ്രാവിറ്റി ഡാം. മാസൻട്രി ഗ്രാവിറ്റി ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കിയത് മാസൻട്രി വർക്ക് നമ്മളെ കൽപ്പണി കൊണ്ട് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അങ്ങനെ ഉണ്ടാക്കിയ ഡാമാണ്. ഇന്ന് നമ്മളുള്ള മിഷനറി വർക്കുകൾക്കൊക്കെ മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്ന എന്താ പറയാ, അന്നത്തെ ബ്രിട്ടീഷുകാരുണ്ടാക്കിയിട്ടുള്ള അന്നത്തെ ഒരു മാസൻട്രി വർക്കിന്റെ ഏറ്റവും ബൃഹത്തായ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്ന ഒരു ഡാം. This masonry gravity dam is 176 feet height from the foundation. അതിന്റെ അടിത്തട്ടിൽ നിന്ന് 176 ഫീറ്റ് ഹൈറ്റിലാണ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. 53.66 മീറ്റർ ആണ് അതിന്റെ എന്ത് പറയണത് ലെങ്ത്, അതായത് ഫൗണ്ടേഷനിൽ മേലോട്ടുള്ളതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, പക്ക ഫാക്ച്വൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ അടുത്ത 3 സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. തെറ്റെന്ന് പറഞ്ഞാൽ പൂർണ്ണമായി തെറ്റല്ല, അവിടെ ഇവിടെ ഓരോ അതിന്റെ കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങൾ മാത്രമാണ് തെറ്റാവുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് കേട്ടോ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റഡ് ഇൻ 1887 ബൈ മേജർ ജോൺ പെന്നിക്വിക്. ഇതിലെ കൺസ്ട്രക്ഷൻ 1887 കംപ്ലീറ്റ് ആക്കി എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം 1887 അതിന്റെ കൺസ്ട്രക്ഷൻ തുടങ്ങുന്നേ ഉള്ളൂ. തുടങ്ങിയ മനുഷ്യനൊക്കെ അയാൾ തന്നെ, ജോൺ പെന്നിക്വിക് തന്നെ. പക്ഷെ 1887 തുടങ്ങുന്നത്, കംപ്ലീറ്റ് ആവുന്നത് 1895
ഓക്കെ, ഇതാണ് അതിന്റെ ടൈം പീരീഡ് വരുന്നത്. സോ അങ്ങനെ നോക്കുമ്പോൾ ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയാണ്, ഇൻ 2014 സുപ്രീം കോർട്ട് അപ്ഹെൽഡ് ഇറ്റ്സ് 2006 വേർഡിക്ട് ടു റേസ് ദ വാട്ടർ ലെവൽ ടു 152 ഫീറ്റ്. 2014 സുപ്രീം കോടതി ഒരു വിധി പുറപ്പെടുവിപ്പിച്ചു. അതായത് 2006 ഒരു വാദം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ വാട്ടർ ലെവൽ 152 വരെ ഉയർത്താമെന്നുള്ളത്. അതെന്ത് ചെയ്തു? 2014 വീണ്ടും അതേ വാദം തന്നെ സുപ്രീം കോടതി പറഞ്ഞു എന്നാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അത് തെറ്റാണ്. തെറ്റ് ഇൻ ദ സെൻസ് 2014 സുപ്രീം കോടതി അങ്ങനെ ഒരു വാദം എന്താ പറയാ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ 152 അല്ല 142 ഫീറ്റ് ഉയർത്താനുള്ളത് മാത്രമേ ഉള്ളൂ. 2006 142 ഫീറ്റ് ഉയർത്തണം എന്നുള്ളൊരു വാദം സുപ്രീം കോടതി പറഞ്ഞിരുന്നു. 2014 അതേ വാദം തന്നെ, അതേ വേർഡിക്ട് തന്നെ തമിഴ്നാട് ഗവൺമെന്റിനോട് പറയുന്നുണ്ട്. ആര്? സുപ്രീം കോടതി തമിഴ്നാട് ഗവൺമെന്റിന് വാട്ടർ ലെവൽ 142 ഫീറ്റ് കൂടെ ഉയർത്താൻ വേണ്ടിയിട്ടുള്ള അനുമതി ആര് കൊടുക്കുന്നുണ്ട്? സുപ്രീം കോടതി കൊടുക്കുന്നുണ്ട്. 152 അല്ല 142 ആണ്. സോ അങ്ങനെ നോക്കുമ്പോൾ ഈ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ്, ദ ഡാം ഇസ് ഓപ്പറേറ്റഡ് ആൻഡ് മെയിൻറ്റൈൻഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള. അത് നമുക്ക് അത്യാവശ്യം മുല്ലപ്പെരിയാറിനെ പറ്റി ബേസിക് സെൻസുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന കാര്യമാണ്. അത് തെറ്റാണെന്നുള്ളത്. കാരണം മുല്ലപ്പെരിയാർ ഡാമിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കേരളത്തിലാണ് ഡാമെങ്കിലും ഡാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് തമിഴ്നാട് ഗവൺമെന്റ് ആണ്. ഓക്കെ, തമിഴ്നാട് ഗവൺമെന്റ് ആണ്. അതൊരു ലീസ് അഗ്രിമെന്റ് ആണ്. ഓക്കെ, അത് ലീസ് അഗ്രിമെന്റ് ഇൻ ദ സെൻസ് 999 ഇയേഴ്സിലേക്കുള്ള ഒരു ലീസ് അഗ്രിമെന്റ് ആണ്. തമിഴ്നാടിനാണ് അതിന്റെ മെയിൻ്റനൻസ് ചാർജ് എന്ന് പറഞ്ഞിട്ടൊരു ലീസ് അഗ്രിമെന്റ് നിലനിൽക്കുന്നുണ്ട്. സോ ഓപ്ഷൻ 4 ആണ് റൈറ്റ് ആൻസർ ആയിട്ട്. ഒരു ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കട്ടെ. Which of the following statements are incorrect എന്നാണ് ചോദിക്കുന്നത്. കറക്റ്റ് അല്ല, ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. Which of the following statements are incorrect? Option B 1, 3, 4. ഓക്കെ, നോക്കാം. ഇത് നമ്മൾ ലോക്സഭയെ കുറിച്ചും രാജ്യസഭയെ കുറിച്ചും പറയുന്ന സമയത്ത് പറഞ്ഞ ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ബില്ലുകൾ പാസ്സാക്കുന്ന സമയത്ത്, ഇപ്പൊ തന്നെ ഒരു ബില്ല് പാസ്സാക്കാൻ പറ്റാതെ അവിടെ കിടന്ന് കളിക്കുന്നുണ്ടല്ലോ റീസെന്റ് ആയിട്ടുള്ള പത്ര റിപ്പോർട്ടുകളിലൊക്കെ ബേസ്. സാധാരണ നമ്മൾ ബില്ലുകൾ പാസ്സാക്കുന്ന സമയത്ത് ഇരു സഭകളും ബില്ലിൽ എന്ത് ചെയ്യണം? വോട്ട് ചെയ്ത് വോട്ടിനിട്ട് പാസ്സാവുകയും ആ ബില്ല് അങ്ങനെ പാസ്സാവുന്നതിനൊക്കെ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്, നമ്മള് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നെ. അപ്പം ആ ബില്ല് എന്നിട്ട് എന്ത് ചെയ്യണം? രാഷ്ട്രപതിയുടെ അടുത്തേക്ക് പോകണം. രാഷ്ട്രപതി അത് സാങ്ഷൻ ചെയ്യണ സമയത്താണ്, ഒപ്പിടുന്ന സമയത്താണ് അത് നിയമമായിട്ട് സാധുതയുള്ള ഒരു നിയമ ബില്ലായിട്ട് മാറുന്നത്, ലോ ആയിട്ട് മാറുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സെപ്റ്റ് രാജ്യസഭയ്ക്ക് എന്തിനു മാത്രം അധികാരമില്ല? മണി ബില്ലിൽ ഒരു വാക്ക് പറയാനുള്ള അധികാരം പോലും രാജ്യസഭയ്ക്കില്ല. മണി ബില്ല് രാജ്യസഭയിലേക്ക് പോവില്ല. ലോക്സഭയിൽ മാത്രം വട്ടം കറങ്ങുന്ന സാധനമാണ് മണി ബില്ല്. അത് മാത്രം മനസ്സിലുണ്ടായാൽ ഇതിന്റെ എന്ത് ചെയ്യാം? കറക്റ്റ് ആൻസർ നമുക്ക് ഫൈൻഡ് ചെയ്യാം. നമ്മളടുത്ത് ചോദിച്ചത് താഴെ തന്നിരിക്കുന്ന തെറ്റായ സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. നമുക്കൊന്ന് വായിച്ചോക്കെ. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറയാണ്, മണി ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ രാജ്യസഭ വിത്ത് പ്രയർ റെക്കമെൻഡേഷൻ ഓഫ് ദ പ്രസിഡന്റ്. പ്രസിഡന്റ് റെക്കമെൻഡ് ചെയ്താൽ, ആദ്യമേ പ്രസിഡന്റ് അടുത്ത് റെക്കമെൻഡേഷൻ വാങ്ങിയാൽ രാജ്യസഭയിൽ മണി ബിൽ എന്ത് ചെയ്യാം? പ്രസന്റ് ചെയ്യാൻ പറ്റുമെന്നാണ്. എന്തൊക്കെ റെക്കമെൻഡേഷൻ വാങ്ങിയിട്ടും കാര്യമില്ല, മണി ബില്ലും കൊണ്ട് രാജ്യസഭയിലേക്ക് കടക്കാനേ പാടില്ല. സോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. നമുക്ക് വേണ്ടത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ 1 എന്തായാലും നമ്മുടെ ആൻസർ ആയിട്ട് വരും. ഓക്കെ, 1 ആൻസർ ആയിട്ട് വരും എന്നുള്ളത് കൊണ്ട് തന്നെ 1 ഇല്ലാത്ത ഓപ്ഷനുകളെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് കളയാം. ഈ രണ്ടാമത്തെ നോക്കാം. രാജ്യസഭ കനോട്ട് റിജക്ട് എ മണി ബിൽ. രാജ്യസഭയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ഒരു മണി ബില്ല് റിജക്ട് ചെയ്യാൻ പറ്റില്ല. മണി ബില്ല് റിജക്ട് ചെയ്യാനും പറ്റൂല, ആക്സെപ്റ്റ് ചെയ്യാനും പറ്റില്ല. മണി ബില്ല് നമ്മൾ ഒരു പരിപാടി എടുക്കാൻ രാജ്യസഭയ്ക്ക് പറ്റില്ല. സോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് റൈറ്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, അതിന് തെറ്റെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് വേണ്ട തെറ്റായ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്. ഓക്കെ, ഇനി അടുത്ത വായിച്ചു നോക്കാം. രാജ്യസഭ ക്യാൻ അമെൻഡ് എ മണി ബിൽ. രാജ്യസഭയ്ക്ക് മണി ബില്ല് മാറ്റാനൊന്നും പറ്റില്ല. അമെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭേദഗതി വരുത്താം. മണി ബില്ലിന്റെ മുകളിൽ ഒരു കളി രാജ്യസഭയെ കളിക്കാൻ പറ്റില്ല. ക്യാൻ അമെൻഡ് എന്നുള്ളത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. സോ അതും തെറ്റാണ്.
ഇനി നാലാമത്തെ വായിച്ചു നോക്കാം. രാജ്യസഭ ക്യാൻ മേക്ക് റെക്കമെൻഡേഷൻ ഓൺ എ മണി ബിൽ. മണി ബില്ലിന്റെ മേലെ റെക്കമെൻഡേഷൻസ് പറയാൻ രാജ്യസഭയ്ക്ക് അധികാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഓക്കെ, ഉണ്ട്. അതെങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് വളരെ അപൂർവമായി മാത്രം കിട്ടുന്ന ചില എന്താ പറയാ റൈറ്റ് ആണ്. അതായത് ഇൻ കേസ് മണി ബില്ലിന്റെ മുകളിൽ എന്തെങ്കിലും ഒരു റെക്കമെൻഡേഷനോ എന്തെങ്കിലും ഒരു കമന്റോ രാജ്യസഭയ്ക്ക് പറയേണ്ടതുണ്ട് എന്നുണ്ടെങ്കിൽ ലോകസഭയിലേക്ക് 14 ദിവസത്തിന്, അതായത് ആ മണി ബിൽ ലോക്സഭയിൽ അവതരിപ്പിക്കുന്നതിനും 14 ദിവസത്തിനകം എന്ത് ചെയ്യണം, ആ റെക്കമെൻഡേഷൻ ലോക്സഭയിലേക്ക് ആരെത്തിച്ചിട്ടുണ്ടാവണം, രാജ്യസഭയിൽ എത്തിച്ചിട്ടുണ്ടാവണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വാക്ക് രാജ്യസഭയ്ക്ക് മണി ബില്ലിന് മുകളിൽ ഒരു സാധനവും പറയാൻ പറ്റില്ല. ഐ മീൻ റെക്കമെൻഡേഷൻസ് പറയാൻ പറ്റില്ല. മാറ്റണം എന്നുള്ള സാധനങ്ങളോ അമെൻഡ് ചെയ്യുക, റിജക്ട് ചെയ്യുക, ആക്സെപ്റ്റ് ചെയ്യുക, ഇതിനൊന്നും ആർക്കും അധികാരമില്ല. രാജ്യസഭയ്ക്ക് അധികാരമില്ല. റെക്കമെൻഡ് ചെയ്യാം, എന്തെങ്കിലുമൊക്കെ റെക്കമെൻഡേഷൻ മണി ബില്ലിലേക്ക് ചെയ്യാം. അത് പക്ഷെ മണി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നതിനും 14 ദിവസത്തിനുള്ളിൽ ലോക്സഭയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ്. സോ നാലാമത്തെ സ്റ്റേറ്റ്മെന്റിൽ തെറ്റൊന്നുമില്ല. ദാറ്റ്സ് എ റൈറ്റ് വൺ. നമുക്ക് വേണ്ടത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് എന്ന് പറഞ്ഞാൽ 1ഉം 3ഉം. സോ ദിസ് വിൽ ബി ദ റൈറ്റ് ആൻസർ, ഓപ്ഷൻ എ. ഓക്കെ, ഡി ഒക്കെ ആരോ പറഞ്ഞിരുന്നു. ഈ പറഞ്ഞാല് ഫോർത്ത് സ്റ്റേറ്റ്മെന്റിന് തെറ്റൊന്നുമില്ല. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യട്ടെ. The name of the mouthpiece of Sri Narayana Dharma Paribalana Yogam, published in 1904, was a tribute to whom? Option B, Swami Vivekananda. കറക്റ്റ് ആണ്. സ്വാമി വിവേകാനന്ദനാണ് കറക്റ്റ് ആൻസർ. 1903 എന്ത് ചെയ്യുന്നത്, SNDP യോഗം, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം 1903 എന്ത് ചെയ്യുന്നത്, തുടങ്ങുന്നത്. അങ്ങനെ ഇവർ 1904 SNDPന്റെ കീഴില് വിവേകോദയം എന്ന് പറഞ്ഞിട്ട് ഒരു പബ്ലിക്കേഷൻ, ഒരു മാഗസിൻ പബ്ലിക്കേഷൻ പോലെ ഇറക്കുന്നുണ്ട്. അതിന്റെ ആമുഖക്കുറിപ്പ്, ഐ മീൻ മൗത്ത് പീസ് മീൻസ് അതിന്റെ ഒരു ആമുഖ പ്രഭാഷണം, ആമുഖക്കുറിപ്പ് പോലെയുള്ള അതിന്റെ ആ ഒരു മൗത്ത് പീസിൽ അല്ലെങ്കിൽ അതിന്റെ ഒരു ആമുഖ കുറിപ്പില് അത് ട്രിബ്യൂട്ട് അല്ലെങ്കിൽ ഒരു ആദരവ് അർപ്പിച്ചിട്ടുണ്ടായിരുന്ന ആർക്കായിരുന്നാണ്, സ്വാമി വിവേകാനന്ദൻ ആദരവ് അർപ്പിച്ചുകൊണ്ട് 1904 വിവേകോദയം എന്ന് പറയുന്ന മാഗസിൻ ഇറക്കുന്നത് SNDPന്റേതാണ്. മാറിപ്പോകരുത് കേട്ടോ. സ്വാഭാവികമായും അതെ, അതും ശരിയാണ്. ഓക്കെ ഓക്കെ, എനിവേ മൂവിങ് ടു ദ നെക്സ്റ്റ്. RT ആക്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. RT ആക്ട് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും, എല്ലാ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പറിലും PSCക്ക് കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിക്കുന്നത്. വിച്ച് ഇസ് ദ റോങ് സ്റ്റേറ്റ്മെന്റ്, ഐഡന്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നോക്കാം നമുക്ക്. ദ റൈറ്റ് ആൻസർ ഈസ് ബി ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മളോട് ചോദിച്ചത് താഴെ തന്നിരിക്കുന്നതിലെ റോങ് സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. റോങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ, ഓപ്ഷൻ ഡി ആണ് ഇതിലെ കറക്റ്റ് ആൻസർ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്റ്റേറ്റ്മെന്റ് റോങ് ആണ് എന്നാണ് പറയുന്നത്. നോക്കാം, നമുക്ക് ഓരോന്നായിട്ട് വായിച്ചു നോക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറയാണ്, ഇൻഫർമേഷൻ കൺസേണിംഗ് ലൈഫ് ആൻഡ് ലിബർട്ടി ഓഫ് എ പേഴ്സൺ മസ്റ്റ് ബി പ്രൊവൈഡഡ് വിത്തിൻ 48 hours. അതായത് ഏതെങ്കിലും ഒരാൾ വിവരാവകാശ നിയമപ്രകാരം ഒരു ഹർജിയോ അല്ലെങ്കിൽ ഒരു കംപ്ലൈന്റോ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അത് അയാളുടെ സ്വാതന്ത്ര്യമോ ജീവനോ ജീവിതമോ ആയി ബന്ധപ്പെട്ടൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ 48 മണിക്കൂറിനകം അയാൾ ചോദിച്ച് എന്ത് കൊടുത്തിട്ടുണ്ടാവണം, വിവരാവകാശ നിയമപ്രകാരം അയാൾ ചോദിച്ച വിവരം കൊടുത്തിട്ടുണ്ടാവണം എന്നുള്ളതാണ്. അയാളുടെ ജീവനോ സ്വാതന്ത്ര്യമോ ബന്ധപ്പെട്ടൊരു കാര്യമാണ് അയാൾ ആവശ്യപ്പെട്ടതെങ്കിൽ, അങ്ങനെ ഒരു ഡോക്യുമെന്റോ വിവരമോ ആണ് അയാൾ റിക്വസ്റ്റ് ചെയ്തതെങ്കിൽ ഡെഫിനറ്റ്ലി 48 മണിക്കൂറാണ് സമയം. ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് എ റൈറ്റ് വൺ, കറക്റ്റ് ആൻസർ ആണ്. അതായത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. RT ആക്ടിന്റെ സെക്ഷൻ 7(1) അങ്ങനെ ഒരു ക്ലോസ് പറയുന്നത്. 7(1).
RT ആക്ടിന്റെ 7(1)ലാണ് അങ്ങനെ ഒരു സെക്ഷൻ പറയുന്നത്. അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്, അത് ശരിയാണ്. നമുക്ക് വേണ്ട തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയാണ്, പ്രൊട്ടക്ഷൻ ഓഫ് ദ ആക്ഷൻ ഇൻ ഗുഡ് ഫെയ്ത്ത് പ്രൊവിഷൻ ഈസ് നോട്ട് അപ്ലിക്കബിൾ ടു എ PIO. PIO എന്ന് പറഞ്ഞാൽ നമ്മളെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെയാണ് PIO എന്ന് പറയുന്നത്. RT ആക്ടിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ട്, അതിനെയാണ് PIO എന്ന് പറയുന്നത്. Okay. Provision is not applicable to a PIO for unknowingly disclosing exempted information എന്നാണ് പറയുന്നത്. അതായത് സെക്ഷൻ 21 ദാറ്റ്സ് എ റോങ് സ്റ്റേറ്റ്മെന്റ്, തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ ഈ ഒരു RT ആക്ടിന്റെ സെക്ഷൻ 21 ആക്ഷൻ ഇൻ ഗുഡ് ഫെയ്ത്ത് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഇൻഫർമേഷൻസ് എന്ത് ചെയ്യാൻ പാടില്ല, ചില ഇൻഫർമേഷൻസ് പുറത്തേക്ക് പോകാൻ പാടില്ല. ഓക്കെ, പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പ്രതിരോധവുമായി ബന്ധപ്പെട്ടതോ ഭയങ്കര കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡാറ്റയോ ആയിരിക്കും. അത്തരം സാധനങ്ങൾ പുറത്തേക്ക് പോകാൻ പാടില്ല എന്നുള്ളൊരു ആക്ഷൻ ഇൻ ഗുഡ് ഫെയ്ത്ത് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അത് ഈ പറഞ്ഞ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ബാധകമാണ് എന്നുള്ളതാണ് അതിന്റെ റൂള് പറയുന്നത്. അപ്പം ഈ പറഞ്ഞ PIO നോട്ട് അപ്ലിക്കബിൾ ഫോർ അൺനോയിങ്ലി, അറിയാതെ അത്തരം ഒരു എക്സംപ്റ്റഡ് ഇൻഫർമേഷൻ അയാൾ ഡിസ്ക്ലോസ് ചെയ്താൽ അയാൾ ഈ ആക്ഷൻ ഇൻ ഗുഡ് ഫെയ്ത്ത് എന്ന് പറഞ്ഞ സെക്ഷന്റെ കീഴിൽ വരില്ല എന്നാണ്. അയാൾ വരും. ഓക്കെ, ആക്ഷൻ ഇൻ ഗുഡ് ഫെയ്ത്ത് പ്രകാരം അത്തരം ഇൻഫർമേഷൻസ് എന്ത് ചെയ്യാൻ പാടില്ല, ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല, മിസ്റ്റേക്ക്ലി പോലും ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ ചെയ്താൽ അയാൾ ഈ ആക്ട് പ്രകാരം എന്ത് ചെയ്യപ്പെടും, ആക്ട് പ്രകാരം ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതാണ്. അപ്പം എക്സംപ്റ്റഡ് അല്ലെങ്കിൽ ദാറ്റ് ഇസ് നോട്ട് അപ്ലിക്കബിൾ എന്ന് പറഞ്ഞെടുത്ത് എന്ത് ചെയ്തു, ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് റോങ്. അയാൾ ഇതിൽ അപ്ലിക്കബിൾ ആണ് ആ ഒരു ഗുഡ് ഫെയ്ത്ത് എന്നുള്ള സാധനത്തിലേക്ക്, ആക്ഷൻ ഇൻ ഗുഡ് ഫെയ്ത്ത് എന്നുള്ള സാധനത്തിൽ. സോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. അത് റോങ് ആയത് നോട്ട് അപ്ലിക്കബിൾ എന്നുള്ളൊരു യൂസേജ് അവിടെ വന്നുകൊണ്ടാണ്. അപ്ലിക്കബിൾ എന്ന് മാത്രമായിരുന്നെങ്കിൽ, നോട്ട് ഇല്ലായിരുന്നെങ്കിൽ അത് ശരിയാവുമായിരുന്നു. ഇവിടെ അത് റോങ് ആയിട്ട് മാറി. ഇനി അടുത്ത നോക്കാം. The time limit for disposal of the first appeal by the first appellate authority is up to 60 days എന്നാണ് പറയുന്നത്. അതായത് ഇതിന്റെ സെക്ഷൻ 19(1) ആക്ടിന്റെ സെക്ഷൻ 19(1) പറയുന്നുണ്ട്, ഒരു അപ്പീൽ കൊടുത്തു കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ള അപ്പീൽ സ്വീകരിച്ച്, ഇപ്പൊ വിവരാവകാശത്തിന്റെ കീഴിൽ ഒരു കേസ് പോയി അതിനൊരു അപ്പീൽ വന്നെന്ന് വിചാരിക്കാം. അത് ആദ്യത്തെ അപ്പീലാണെങ്കിൽ, ആ കേസിലെ ഫസ്റ്റ് അപ്പീലാണെന്നുണ്ടെങ്കിൽ ആ അപ്പീൽ സ്വീകരിച്ച് 30 ദിവസത്തിനകം എന്ത് ചെയ്യപ്പെടണം, അതിന് ഒരു തീരുമാനമായിട്ടുണ്ടാവണം. ഇനി അതെല്ലാം 30 ദിവസത്തിന്റെ ഉള്ളിൽ തീരുമാനമായിട്ടില്ല എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു 15 ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാം. ഫർദർ പീരീഡ് ഒരു 15 ദിവസം കൂടി വേണമെങ്കിൽ എടുക്കാം. എന്നിട്ട് 45 ദിവസം വരെ ആയിട്ട് മാറ്റാം. 30 എന്നുള്ളത് 15 കൂടി അഡിഷൻ വന്നിട്ട് മാക്സിമം 45 ദിവസം വരെ എന്ത് ചെയ്യാം, ആ അപ്പീല് സോൾവ് ആക്കാൻ എടുക്കാം. ഐ മീൻ അപ്പീലിന്റെ മുകളിൽ തീരുമാനമാവാൻ എടുക്കാൻ. 60 ദിവസം ഒന്നും കൊടുക്കാൻ പറ്റൂല. ഐ മീൻ നിയമപ്രകാരം 60 ദിവസം ഒന്നും അനുവദിക്കാൻ പറ്റില്ല. 30+15, 30-നുള്ളിൽ തീർക്കണം എന്നാണ്. പറ്റിയില്ലെങ്കിൽ 15 ദിവസം കൂടി എക്സ്ട്രാ എടുക്കാം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. സോ 60 എന്ന് പറഞ്ഞെടുത്ത് ആ സ്റ്റേറ്റ്മെന്റും തെറ്റി. ഇനി അടുത്ത് നോക്കാം. The Freedom of Information Act 2002 has been repealed after the enactment of the RT Act 2005. അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് എന്ന് പറഞ്ഞ് 2002 ഇവിടെ ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ, ഏകദേശം ഇതുപോലെ തന്നെ, നമുക്ക് വിവരാവകാശത്തിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു നിയമം. പക്ഷെ RT ആക്ടിലുള്ളത് പോലെയുള്ള ക്ലോസുകളോ അത്രമാത്രം സ്ട്രോങ് ഒന്നും ആയിരുന്നില്ല അത്. അങ്ങനെയാണ് 2005 RT ആക്ട് വരുന്നത്. അതോടുകൂടി 2002 ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് എന്ത് ചെയ്തു, അത് ഒഴിവാക്കപ്പെട്ടു. പകരം എന്ത് ആക്ടിൽ വന്നു, 2005 RT ആക്ട് നിലവിൽ വരാനുണ്ടായിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഓൾസോ റൈറ്റ്. നമ്മളോട് റോങ് സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു ചോദിച്ചത് 2 ഉം 3 ഉം. സോ ദിസ് വിൽ ബി ദ റൈറ്റ് ആൻസർ. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി അതിൽ ബാക്കിയുണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ മൂവ് ചെയ്യട്ടെ. The last question is from Kerala history. Option C, option B, yes. എനിവേ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരാം. നമുക്ക് നോക്കാം. നമുക്ക് പുലയ മഹാസഭയെ കുറിച്ച് ഇന്ന് കൂടെ പത്രത്തിലുണ്ടായിരുന്നു. നമ്മളെ ഇദ്ദേഹം മരിച്ചല്ലോ, നിതിൻ രാജ് ഡെന്റൽ കോളേജിൽ മരിച്ചതിന്റെ കേരള പുലയ മഹാസഭ ഇന്ന് അവിടെ ഒരു മാർച്ച് എന്തോ ഇന്നലെ അവിടെ ഒരു മാർച്ച് എന്തോ നടത്തിക്കുന്നത് പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു. എനിവേ അതേ പുലയ മഹാസഭ ട്ടോ, അതിന്റെ പേരാണ് പിന്നീട് കേരള പുലയ മഹാസഭ എന്നായിട്ട് KPMS എന്നാണ് ഇപ്പൊ അതിന്റെ പേര്. ഓക്കെ,
പുലയ മഹാസഭ അയ്യങ്കാളിയാണ് തുടങ്ങുന്നത്. ഓക്കെ, പുലയ മഹാസഭ അയ്യങ്കാളിയാണ് തുടങ്ങുന്നത്. അയ്യങ്കാളി 1907 ഇദ്ദേഹം സാധുജന പരിപാലന സംഘം SJPS തുടങ്ങുന്നുണ്ട്. അതിന്റെ കൂടെ തിരുവിതാംകൂറിലെ പുലയ കമ്മ്യൂണിറ്റിയുടെ സ്ട്രഗിൾസ് അതിനൊരു തീരുമാനവും അതിനൊരു പരിഹാരവും ആവാൻ വേണ്ടിയിട്ടാണ് 1907 സാധുജന പരിപാലന സംഘത്തിന്റെ കൂടെ പുലയ മഹാസഭയും ഉണ്ടാവുന്നത്. അത് തിരുവിതാംകൂറിലെ പുലയ കമ്മ്യൂണിറ്റികൾക്ക് വേണ്ടി തുടങ്ങിയത് അയ്യങ്കാളിയാണ്. ഇനി അടുത്തത് ഹിന്ദു പുലയ സമാജമാണ്. ഹിന്ദു പുലയ സമാജത്തിന്റെ തലപ്പത്തുണ്ടായിരുന്നത് കുറുമ്പൻ ദൈവതൻ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. കുറുമ്പൻ ദൈവതൻ, രണ്ടാമത്തെ ഏലേക്ക് കുറുമ്പൻ ദൈവതൻ. ഇദ്ദേഹം ഹിന്ദു പുലയ സമാജം 1917 തുടങ്ങുന്നത്. മറ്റേത് 1907 SJPSന്റെ കൂടെ തിരുവിതാംകൂറിലെ പുലയന്മാർക്ക് തുടങ്ങിയതായിരുന്നെങ്കിൽ രണ്ടാമത്തത് ഫസ്റ്റത്തെ പുലയ മഹാസഭ, ഇത് രണ്ടാമത്തത് ഹിന്ദു പുലയ സമാജം. അത് 1917 പുലയ കമ്മ്യൂണിറ്റിയിലെ ഹിന്ദു പുലയ കമ്മ്യൂണിറ്റിയിലെ ഏതാണ് 1938 അല്ലേ എന്ന് ചോദിക്കുന്നത്? ഏതിന്റെയാ? ആദ്യം പറഞ്ഞതിന്റെയാണോ രണ്ടാമത്തിന്റെയാണോ? പുലയ മഹാസഭയായി മാറിയത് 1938 അല്ലേ? നോക്കാം നമുക്ക്. 1938. 1907 SJPS തുടങ്ങുന്നു. ദെൻ പുലയ മഹാസഭ ആയിട്ട് 1938 മാറുന്നു. പിന്നീട് 1942 സമയത്തേക്കും ഈ പറഞ്ഞ തിരുവിതാംകൂറിനും കടന്ന് ഈ സാധനം എന്ത് ചെയ്തു? പിന്നീട് വീണ്ടും എക്സ്പാൻഡ് ചെയ്ത് കേരളം മൊത്തം ആവുന്ന രീതിയിലേക്ക് എക്സ്പാൻഡ് ആവുന്നുണ്ട്. 1942 അത് എക്സ്പാൻഡ് ആവുന്നത്. സാധുജന പുലയ മഹാസഭയായി, സാധുജന പുലയ മഹാസഭയല്ല, സാധുജന പരിപാലന സംഘം പുലയ മഹാസഭയായിട്ട് മാറും. പിന്നെ കൊച്ചി പുലയ മഹാസഭ എന്ന് പറഞ്ഞൊരു സഭയുണ്ട്. ഇപ്പൊ നമ്മള് പുലയ മഹാസഭ പറഞ്ഞു, പിന്നെ ഹിന്ദു പുലയ സമാജം പറഞ്ഞു. അതേപോലെ തന്നെ ഒരു കൊച്ചി പുലയ മഹാസഭ ഉണ്ട്. അത് 1913 നമ്മുടെ പണ്ഡിറ്റ് KP കറുപ്പനാണ് തുടങ്ങുന്നത് കൊച്ചി പുലയ മഹാസഭ. നമ്മൾ ആദ്യം പറഞ്ഞ പുലയ മഹാസഭ തിരുവിതാംകൂർ ആയിരുന്നെങ്കിൽ ദെൻ ഹിന്ദു പുലയ സമാജം, രണ്ടാമത് പറഞ്ഞ ഹിന്ദു പുലയ സമാജം കേരളത്തിലെ ഹിന്ദുക്കളായ പുലയന്മാരുണ്ട്. ഇവിടെ ക്രിസ്ത്യാനികളിലും ഈ പറഞ്ഞ പുലയ കമ്മ്യൂണിറ്റിപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നു. അവരൊന്നും ഹിന്ദു പുലയ സമാജത്തിൽ പെട്ടുണ്ടായിരുന്നില്ല. പിന്നെ കൊച്ചി പുലയ മഹാസഭ ഉണ്ടായി 1913 പണ്ഡിറ്റ് KP കറുപ്പന്റെ നേതൃത്വത്തിൽ. അത് കൊച്ചി രാജവംശത്തിന്റെ ആ ഒരു ഭരണ കീഴിലുണ്ടായിരുന്ന പുലയന്മാരെ മാത്രം ഉള്ളതായിരുന്നു. അത് അതിലുണ്ട്, 4ാമത്തെ ഓപ്ഷനിൽ കിടക്കണ്ടല്ലോ അല്ലെ? ശരിയാ. ഓക്കെ, ഇനി നോക്കാം നമുക്ക് അടുത്തത്. ഇതിലെ വർഷം മറന്നു വരുന്നത് ഹിന്ദു പുലയ സമാജം 1917 അത് പുലയ കമ്മ്യൂണിറ്റിയുടെ എഡ്യൂക്കേഷൻ അപ്ലിഫ്റ്റ്മെന്റ്, വിദ്യാഭ്യാസപരമായ ഉന്നതിയായിരുന്നു അവരുടെ ലക്ഷ്യം. പിന്നെയുള്ളത് കേരള പുലയർ മഹാസഭയാണ്. കേരള പുലയർ മഹാസഭ PK ചാത്തൻ മാസ്റ്റർ ആണ് അതിന്റെ തലപ്പത്തുണ്ടായിരുന്നത്. പുള്ളിക്കാരൻ പണ്ടുപടുത്തൊരു മന്ത്രിയൊക്കെ ആയിരുന്നു, മന്ത്രിസഭയിലെ മന്ത്രിയൊക്കെ ആയിരുന്നു. KPMS എന്ന് നേരത്തെ പറഞ്ഞ പുലയ ഗ്രൂപ്പ്. പിന്നെ കൊച്ചി പുലയ മഹാസഭ പണ്ഡിറ്റ് കറുപ്പൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു 1913. അദ്ദേഹത്തിന്റെ കായൽ സമ്മേളനം എന്ന് പറഞ്ഞൊരു ഭയങ്കര ചരിത്രപരമായിട്ടുള്ള ഒരു സമ്മേളനമൊക്കെ ഉണ്ട്. കായൽ സമ്മേളനം അവർക്ക് എന്താ പറയാ, പുലയ കമ്മ്യൂണിറ്റിക്ക് ഒന്നിച്ച് നിൽക്കാനും അല്ലെങ്കിൽ അവർക്ക് താമസിക്കാനും ഒക്കെയുള്ള പ്രോപ്പർട്ടി ലാൻഡ് ഇല്ലാതെ അല്ലെങ്കിൽ അത് നിഷേധിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ അവർക്ക് ഒന്നിച്ചു നിൽക്കാൻ അല്ലെങ്കിൽ അവർക്ക് കൂട്ടാൻ ചേർന്ന് നിൽക്കാനുള്ള ഒരു അവസരം വേണം, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് കായൽ സമ്മേളനം നടത്തുന്നത് 1913. അതിന്റെ കൂടെയാണ് കൊച്ചി പുലയ മഹാസഭയും എന്ത് ചെയ്യുന്നത് വരുന്നത്. ഇതിൽ പണ്ഡിറ്റ് കറുപ്പനെ നമ്മൾ കേരളത്തിന്റെ എബ്രഹാം ലിങ്കൺ ആണെന്നൊക്കെ പറയാറുണ്ട്. എബ്രഹാം ലിങ്കൺ ഓഫ് കേരള എന്നാണ് പണ്ഡിറ്റ് കറുപ്പനെ പറയാറുള്ളത്. ഓക്കെ, കേരള പുലയ മഹാസഭന്റെ വർഷം പറഞ്ഞിരുന്നു. കേരള പുലയ മഹാസഭന്റെ വർഷം പറഞ്ഞിട്ടില്ല. ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞോ? പറഞ്ഞു. കൊച്ചി പറഞ്ഞോ? കൊച്ചി പുലയ മഹാസഭ 1913, ഹിന്ദു പുലയം 1917, പുലയ മഹാസഭ 1907, പിന്നെ 1938. ദെൻ കേരള പുലയർ മഹാസഭ 1970, 1970. പുന്നല ശ്രീകുമാർ എന്ന് പറഞ്ഞ ആളൊക്കെ അന്ന് ചാത്തൻ മാസ്റ്റർ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ചാത്തൻ മാസ്റ്റർ ആണ് അത് തുടങ്ങിയെങ്കിലും കൂടെ പുന്നല ശ്രീകുമാർ എന്ന് പറഞ്ഞ ഒരാൾ അതിന്റെ ജനറൽ സെക്രട്ടറി ഒക്കെ ആയിരുന്നു. എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഐ വിൽ സ്പീക്ക് ആൻഡ് വൈൻഡ് അപ്പ്. എനിവേ, താങ്ക് യു. ഗുഡ് നൈറ്റ്.